പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും ഇത് കേൾക്കണം. സഹോദരിമാരുള്ള എല്ലാ സഹോദരന്മാരും കേൾക്കണം. ഇതൊരു വല്ലാത്ത കഥയാണ്. ഞാൻ ഇന്നലെ ഇത് കേട്ട് ഞെട്ടിപ്പോയി. എന്ത് കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ആരിഫ് ഹുസൈൻ്റെ കോയ കോളിംഗ് എന്ന ചാനൽ പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഇന്നലെ ആരിഫ് ഹുസൈൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഐഷ എന്നൊരു പെൺകുട്ടിയുടെ കഥ പറയുന്നുണ്ട്. ഐഷ അല്ല, അവളൊരു ഹിന്ദു പെൺകുട്ടിയാണ്. അവൾ ഹിന്ദു പെൺകുട്ടിയായ അവൾ ആലുവയിൽ, എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള ഒരു മെഡിക്കൽ ഫാർമസി കമ്പനിയിലോ മറ്റോ ജോലിക്ക് വരുന്നു. ആ പെൺകുട്ടി ആരിഫ് ഹുസൈനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല, ഞാൻ സത്യസരണി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ മതപരിവർത്തന കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ ചെന്ന് പേര് മാറ്റി ആയിഷ ആയ പെൺകുട്ടിയാണ്, ഞാൻ ഹിന്ദുവാണ്. എന്തുകൊണ്ട് നീ എങ്ങനെ മതം മാറി എന്ന് ചോദിച്ചാൽ ആയിഷ അവളുടെ കഥ പറഞ്ഞു തുടങ്ങിയാണ്. ആയിഷ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന ആലുവയിലെ ഈ സ്ഥാപനത്തിൽ ചെല്ലുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. ഈ പെൺകുട്ടിയോട് പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചേർന്നൂടെ എന്നവർ ചോദിക്കുന്നു. അവർ നോമ്പ് പിടിക്കുമ്പോൾ ഇവളെ നോമ്പ് പിടിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ മതത്തിലെ പോലെയൊന്നുമല്ല, നിങ്ങളുടെ ശിവനൊക്കെ മക്കളില്ലേ, ദൈവത്തിന് മക്കളുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഓർക്കുന്നില്ലേ വൈക്കത്തെ ആ പെൺകുട്ടി അഖില, ഹാദിയായ എന്ന പേര് മാറ്റപ്പെട്ട് പല കൈമറിഞ്ഞു പോയ ഹാദിയ അഖില, അവളെപ്പോലെ ഏറ്റുമാനൂരപ്പൻ നിനക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിപ്പോയ ഒരു ഹിന്ദു പെൺകുട്ടി. ഇവൾക്ക് ഉത്തരവില്ലായിരുന്നു. അവൾക്ക് തോന്നി ശരിയാണല്ലോ, ഇങ്ങനെ ഭഗവാന് മക്കളുണ്ടാവും, ദൈവത്തിന് മക്കളുണ്ടാവുകയോ, ഇതൊന്നും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവളോട് പറയുന്നു, ഇസ്ലാമാണ് ശരി എന്നു പറഞ്ഞ് ആ തൊഴിലിടത്ത് വെച്ച് അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അങ്ങനെ അതിനിടയ്ക്ക് അവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായി ഇവൾ അടുപ്പത്തിന് വാങ്ങുന്നു. അങ്ങനെ അവൾ സ്വമേധയാ മതം മാറാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. സ്വമേധയാ എന്ന് ശ്രദ്ധിക്കണം, ഒരു പ്രേമമുണ്ട്, പ്രേമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അവൾ മതം മാറാൻ ശ്രമിക്കുന്നത്. ആരിഫ് ഹുസൈൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് മതം മാറാൻ തീരുമാനിച്ചത്? അതല്ല, അവരെ കല്യാണം കഴിക്കണമായിരുന്നു, അവൻ്റെ വീട്ടിൽ കയറ്റണമെങ്കിൽ ഞാൻ ഇസ്ലാം ആവണമല്ലോ. അതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി സത്യസരണിയിൽ പോകുന്നു. സത്യസരണിയിൽ വന്നിട്ട് ഉസ്താദുമാർ ക്ലാസ് എടുക്കുന്നു. ഉസ്താദുമാർ ഇങ്ങനെ പറയുകയാണ്, ഒരിക്കൽ ഒരു ഉസ്താദ് 2 കത്തോലിക്ക വൈദികരുമായി യാത്ര ചെയ്തു. 2 കത്തോലിക്ക വൈദികരുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്തു. 2-3 ദിവസം ഒരു യാത്ര ചെയ്തു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ മതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ട് എൻ്റെ മതമാണ് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾ എൻ്റെ മതത്തിലേക്ക് വരണം, നിങ്ങളുടേതാണ് ശരിയെന്ന് തോന്നി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറ്റി? കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഒരു കത്തോലിക്ക വൈദികൻ, ക്രിസ്ത്യൻ പുരോഹിതൻ, ഇയാൾക്ക് ഞാൻ നിങ്ങളുടെ മതമാണ് ശരി എന്ന് പറഞ്ഞ് കലീമ ചൊല്ലി വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഈ ഐഷ എന്ന് പേര് മാറിയ ഹിന്ദു പെൺകുട്ടി പറയുകയാണ്, ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, അവിടെ വന്നിരിക്കുന്ന പെൺകുട്ടികളെല്ലാം മഹാഭൂരിപക്ഷവും കല്യാണം കഴിക്കാൻ വേണ്ടി, മുസ്ലിം ചക്കനെ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറാൻ വന്നതാണ്. ലവ് ജിഹാദ് ഇല്ല കേട്ടോ, ലവ് ജിഹാദ് ഇല്ല. മതം മാറാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറ്റുന്ന പരിപാടിയേ ഇല്ല. ലവ് ജിഹാദ് ഇല്ല കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഐഷ പറയുകയാണ്, അവിടെ വന്നവരെല്ലാം മതം മാറാൻ വന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ കത്തോലിക്ക പുരോഹിതൻ മതം മാറി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രോമാഞ്ചം വന്നു. അങ്ങനെ അവരവിടെ നിൽക്കുമ്പോൾ ഞെട്ടിക്കുന്ന വേറൊരു വാർത്ത പൊന്നാനിയിലുണ്ട്. സാധാരണ പൊന്നാനിയിലാണ് മതം മാറാൻ വേണ്ടി പോകുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ പെൺകുട്ടികൾ ഇവിടെ വന്നു, സത്യസരണിയിൽ വന്നു. അവിടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങൾ നേരത്തെ അറിയാമോ? ഓ, ഞങ്ങൾ പൊന്നാനിയിലായിരുന്നു, അവിടെ നിന്ന് ഞങ്ങൾ ചാടിപ്പോകുന്നതാണ്. എന്തുകൊണ്ട് ചാടിപ്പോകുന്നു? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് മാസമുറ വന്നാൽ അവർ വിശ്വസിക്കത്തില്ല, കള്ളം പറയുകയാണെന്ന് പറയും. മാസമുറ വന്നത് അവരെ തുറന്ന് കാണിക്കണം. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചാടിപ്പോകുന്നു. നോക്കൂ, ഒരു മതപരിവർത്തന കേന്ദ്രത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഐഷ എന്നുള്ള പെൺകുട്ടി പറഞ്ഞത്. ഐഷ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം എന്ത് പറ്റി? ഐഷ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ അവർ സ്വീകരിച്ചില്ല, മതം മാറ്റി ഐഷയാക്കി. അവരൊരു വീടെടുത്ത് അവിടെ താമസിച്ചു. ഇവരെല്ലാ തരത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പെൺകുട്ടി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ
വരൻ്റെ പിതാവ് ഇവളോട് വന്ന് വളരെ സ്നേഹത്തോടെ, മോളെ നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ, നീ ഒരിക്കലും പറയരുത് ഇത് ഞങ്ങളോടുള്ള പ്രശ്നം കൊണ്ട് നീ കൈമുറിച്ചതാണെന്ന് പറയരുത്, നീ ഞങ്ങളുടെ മകളെ പോലെയാണ്. ഇത് കേട്ടപ്പോൾ ആയിഷയ്ക്ക് തോന്നി ഇവരെല്ലാം മറന്ന് എന്നെ സ്വീകരിക്കുകയാണെന്ന്. അങ്ങനെ ഇവൾ പറഞ്ഞു, അതെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ആഴത്തിലുള്ള മുറിവാണ്, ആ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവാണോ, അയാൾ കാരണമല്ലേ നിങ്ങളിത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും അവരെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടി അവരെ രക്ഷിച്ചു. പക്ഷേ ഇവരെ ചെയ്തത് എന്താണെന്നറിയോ, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഈ കുട്ടിയെ നേരെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി ഇവർ ഉപേക്ഷിച്ചു. ഈ പെൺകുട്ടിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായി, ഭ്രാന്ത് വന്നതുപോലെയായി. ഉടനെ ഇവളെ ഒരു യത്തീം ഖാനയിൽ കൊണ്ടാക്കാൻ തീരുമാനിച്ചു. അവൾ അവിടെ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. ഈ പെൺകുട്ടിക്ക് ഒരു വേറെ ദുരന്തവശം കൂടിയുണ്ട്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയണം, ആ പെൺകുട്ടിക്ക് മറ്റൊരു ദുരന്തവശം കൂടിയുണ്ട്. അവളുടെ വീട്ടുകാർക്ക് ഇവളോട് വലിയ താല്പര്യമില്ല. പെൺമക്കളോട് താല്പര്യമില്ലാത്ത ഒരു ഹിന്ദു കുടുംബത്തിലാണ് ഈ പെൺകുട്ടി പിറന്നത്. അവിടെ അവൾക്ക് വീട്ടിൽ നിന്നൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ടാണ് ഇവൾ ഫാർമസി കോഴ്സ് പഠിച്ചിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തത്. അങ്ങനെ ഇവൾ 2 മാസം സത്യസരണി പോയി. സത്യസരണി പോയപ്പോഴത്തേക്ക്, സത്യസരണി പോകുന്നത് നല്ല കാര്യമല്ലേ, മാനേജ്മെൻറ്റ് അങ്ങ് സമ്മതിച്ചു. മാനേജ്മെൻറ്റ് നീ അവധി എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. സത്യസരണി പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്ക് പണം കൊടുത്തു, 1 മാസത്തെ ശമ്പളം. നീ പോയി മതം മാറി എൻ്റെ സന്തോഷത്തിന്. അതിനിടയ്ക്ക് ആ പെൺകുട്ടി പറയുന്നു, ഒരു ദിവസം ആ കടയിലേക്ക് ഒരു കസ്റ്റമർ വന്നപ്പോൾ ഇവൾ ഷോളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അയാൾ വലിയ ലോഹ്യമൊന്നും കാണിച്ചില്ല. പെട്ടെന്ന് താഴെ പോയ ഇവളുടെ ഷോളെടുത്ത് ഇവൾ തലവഴി മൂടി ഇട്ടപ്പോൾ ഉടനെ ആലോചിച്ചു, നമ്മുടെ ആളായിരുന്നല്ലേ എന്നു പറഞ്ഞ് വളരെ സ്നേഹത്തോടെ പെരുമാറി. നോക്കണം, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോട് കാണിക്കുന്ന സമീപനമാണ്. മതം മാറാൻ പോയിട്ട് വന്നാൽ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് സക്കാത്ത് പോലെ ശമ്പളം. എന്നിട്ടോ അവൾക്ക് ഞാൻ എത്ര കാശ് കൊടുത്തു എന്ന് പറഞ്ഞു കിടക്കുക. പിന്നെ അവൾ പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെയൊന്നുമില്ല, ഞാൻ മതം മാറി വാടകയ്ക്ക് ഭർത്താവിലൂടെ താമസിക്കുമ്പോൾ ഇവർ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ കിറ്റുകളിലാക്കി ഭക്ഷണം കൊടുക്കും, ഭക്ഷണ വസ്തുക്കൾ കിറ്റുകൾ കൊടുക്കും, പച്ചക്കറിയും പലവ്യഞ്ജനവുമുള്ള കിറ്റുകൾ വിതരണം ചെയ്യും. ചുറ്റുപാടുമുള്ള വീടുകളിൽ കൊടുക്കും. അവർ വാടകയ്ക്ക് താമസിക്കുന്നത് തൊട്ടടുത്തൊരു വീട് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലാണ്, അവിടെ കൊടുക്കില്ല. മുസ്ലിമിന് മാത്രമേ. അങ്ങനെ കാഫിറിന് കൊടുക്കുന്ന ഹറാമാണ് എന്ന് ഇവൾ തിരിച്ചറിയുന്ന അവിടെ വെച്ചാണ്. അവൾ ആരിഫ് ഹുസൈൻ തെരുവത്തിനോട് പറയുകയാണ്, ഞാൻ പഠിച്ചതൊന്നുമല്ല. എന്നിട്ട് പറയുകയാണ്, ഇവരെ മതം മാറ്റാനുള്ള പരിശീലന ക്ലാസ് നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയുകയാണ്, സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ, സ്ത്രീകൾ കൃഷിഭൂമിയാണ്. ഉസ്താദ് പഠിക്കുകയാണ്, സ്ത്രീകളെന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ആയിഷ പറയുന്നു, ഇത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി, സ്ത്രീകളെ എങ്ങനെയാണോ ഈ മതം കാണുന്നത്, ഇതാണോ ഇസ്ലാം? അപ്പോൾ ഹാരിഫ് ഹുസൈൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, ഈ ആയിഷ എന്നുള്ള പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ നിങ്ങളിപ്പോൾ ഇസ്ലാം വിട്ടോ? ഞാൻ വിട്ടെന്നും പറയാം, വിട്ടില്ലെന്നും പറയാം, ആ അവസ്ഥയിലാണ് ഇപ്പോൾ എവിടെയാണ്? ഞാൻ അവിടെ നിന്നൊക്കെ തിരിച്ചു പോന്നു, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, ഞാനിപ്പോൾ വന്ന് വീണ്ടും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. എവിടെ? മതം മാറ്റാൻ എല്ലാ ഒത്താശയും ചെയ്ത ഈ സ്ഥാപനത്തിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നു. ആരിഫ് ഹുസൈൻ പറയും, നിങ്ങളുടെ ജോലി പോകും, നിങ്ങളെ ചിലപ്പോൾ അപകടപ്പെടുത്തും, സാധ്യതയുണ്ട്. എന്നിട്ട് ആരിഫ് ഹുസൈൻ ചോദിക്കുകയാണ്, ആയിഷ കുട്ടി കേരള സ്റ്റോറി സിനിമ കണ്ടിരുന്നു? ഇല്ല. കാരണം നിൻ്റെ കഥയാണ് കേരള സ്റ്റോറി. കേരള സ്റ്റോറി കള്ളമാണ്, കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നില്ല, ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ നിങ്ങൾ ആരിഫ് ഹുസൈൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കേൾക്കണം. ഒരു പെൺകുട്ടി വ്യാജമല്ല, നേരിട്ട് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന എക്സ് മുസ്ലിമിനെ വിളിച്ച് അങ്ങോട്ട് അവളുടെ കഥ പറയുകയാണ്. ലവ് ജിഹാദ് ഇല്ല, കേരള സ്റ്റോറി കള്ളമാണ്, അത് നിരോധിക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രക്ഷോഭമുണ്ടാക്കിയവർ, പ്രചാരണം നടത്തിയവർ എന്തു പറയും? നിങ്ങൾ കൊന്നുകളയുമോ ഈ ആയിഷയെ? നിങ്ങൾ പിരിച്ചുവിടും അവളുടെ ജോലിയിൽ നിന്ന്. കാരണം ഒരു ഇസ്ലാമിനെ സംബന്ധിച്ച് അവൻ്റെ മതത്തിനെതിരെ വർത്തമാനം പറഞ്ഞാൽ അവൻ സഹിക്കില്ല. ആരിഫ് ഹുസൈൻ പറയുന്നത്, നിൻ്റെ ജീവൻ അപകടത്തിലാണ്, നീ അതുകൊണ്ട് ശ്രുതിയെ ബന്ധപ്പെടണം. ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി അറിയാം, ഇത്തരം ഇരകളാക്കപ്പെടുന്ന, ചതിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് അത്താണിയായി പ്രവർത്തിക്കുന്ന ആർഷവിദ്യാപീഠം എന്ന് പറയുന്ന, ആർഷവിദ്യാ സമാജം എന്ന് പറയുന്ന സംഘടനയുടെ വളണ്ടിയറായ ശ്രുതിയുടെ നമ്പർ കൊടുത്തിട്ട് ശ്രുതിയെ വിളിക്കൂ, ഇത് മാത്രമാണ് നിന്റെ രക്ഷ എന്ന് പറയുന്നു. സതീശൻ്റെ പോലീസ്, ചെന്നിത്തലയുടെ പോലീസ് കേൾക്കുമോ? ഇത് CPM-കാർക്ക് മറുപടി ഉണ്ടോ?
കേരളത്തിലെ പുരോഗമനവാദികൾക്ക് മറുപടി ഉണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമോ ഈ ആയിഷയെക്കുറിച്ച്? കേരളത്തിൻ്റെ പൊതുസമൂഹം മൗനം പാലിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. കേരളത്തിൽ ആരും പ്രതികരിക്കുന്നില്ല. കേരളത്തിലെ സാംസ്കാരിക നായകർ അവിടെ പോയി. കേരളത്തിലെ പ്രതികരണശേഷിയുള്ള പ്രസ്ഥാനങ്ങൾ അവിടെ പോയി. നിർഭാഗ്യവശാൽ ഐഷയ്ക്ക് വേണ്ടി വർത്തമാനം പറയാൻ ബാധ്യതപ്പെട്ട ആളുകൾ പോലും ഇത് കണ്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഐഷയെ രക്ഷിക്കണം. ഐഷ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന ഭീകര സംഘം വേട്ടയാടിയ ഒരു ഇരയാണ്. ഒരുപാട് ഇരകൾ ഇങ്ങനെയുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞ സത്യങ്ങൾ ലോകമറിയണം. നിങ്ങൾ അത് കാണണം. കാണാത്തവർ അത് കാണണം, കേൾക്കണം, പ്രതികരിക്കണം. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്നും കേരള സ്റ്റോറി കള്ളമാണെന്നും പറയുന്ന ആളുകളെ വിശ്വസിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളുമുണ്ട്. എനിക്കറിയാവുന്ന ഹിന്ദുക്കളുണ്ട്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? കേരളത്തിൽ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുമോ? കേരളത്തിൽ ഇങ്ങനെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുമോ? എന്നിട്ട് വലിച്ചെറിഞ്ഞ് കളയുമോ? എന്തൊക്കെ ചോദിക്കുന്നവർ. നിങ്ങൾ തൊഴിലെടുക്കുന്നത് എത്രയോ സ്ഥലങ്ങളിൽ തന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്നറിയാവോ? വടക്കൻ ജില്ലകളിലെ പല സ്ഥാപനങ്ങളിൽ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനം അവിടെ നിർബന്ധിച്ച് മതം മാറ്റിക്കുന്നു. നമ്മൾ TCSൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും എനിക്ക് കോളുകളും മെസ്സേജുകളും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. മുസ്ലിം മാനേജ്മെൻറ്റ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള സ്ഥാപനത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടി, ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി പെട്ടുപോയാൽ അവൾ പെട്ടുപോവുകയാണ്, അവൾ ഇരയാക്കുകയാണ്. അത് പറയാൻ ഈ മതേതര കേരളത്തിൽ ആർക്കും അവകാശമില്ല. നിങ്ങൾ വിലക്കേർപ്പെടുത്തും, നിങ്ങൾ സംഘിച്ചാപ്പയടിക്കും. പക്ഷേ ഐഷ എന്ന ഈ ഹിന്ദു പെൺകുട്ടി, അവൾ ഇന്നലെ പറഞ്ഞ വാക്കുകൾ കേരളം മുഴുവൻ കേൾക്കണം. ആരിഫ് ഹുസൈൻ്റെ ആ വീഡിയോ കാണാത്തവർ മുഴുവനും കാണണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളെ പിന്തുണയ്ക്കുകയെങ്കിലും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും അത് ചെയ്യണേ.